പാർലമെന്റിൽ പ്രസംഗിച്ച ആ വാക്കുകളൊന്നും നമുക്ക് കേൾക്കണ്ടേ? സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് പോലും അറിയാതെയാണ് ഹിമാചലിലെ വിമർശനം ഉന്നയിച്ചത്. ആ വാക്കുകളൊന്ന് നമുക്ക് കേൾക്കാം വസന്ത്, ആ വാക്കുകളൊന്ന് കേൾക്കാം. അല്ലെങ്കിൽ വസന്ത് പറയും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന്. आज हिमाचल में देखिए जितने भी कानून बने हैं वो सब बड़े बड़े उद्योगपतियों के लिए बन रहे हैं। हिमाचल में जो सेब उगता था उसके जो छोटे छोटे किसान हैं वह रो रहे हैं क्योंकि एक व्यक्ति के लिए सब कुछ बदला जा रहा है। കേട്ടല്ലോ ശ്രീ വസന്ത് സിറിയക്. ഇന്ന് കന്നി പ്രസംഗം, കന്നി അംഗം അങ്ങേയറ്റം വലിയ വർണ്ണാഭമായി കേരളത്തിലെ മാധ്യമങ്ങളും ചില ദേശീയ മാധ്യമങ്ങളൊക്കെ കൊണ്ടാടിയതാണ്. സ്വന്തം സംസ്ഥാനത്തിന്റെ പേര് പോലും അറിയില്ല, അവിടെയാണ് വിമർശിക്കുന്നത് ഹിമാചലിനെ. പറയട്ടെ, ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആണല്ലോ അത്. അതിനെ നിങ്ങളിങ്ങനെ അതെങ്ങനെയാണ് ഒരു പാർലമെന്റിൽ സ്ലിപ്പ് ഓഫ് ടങ്? ഇതൊക്കെ പഠിച്ചു വന്ന് സംസാരിക്കേണ്ട സ്ഥലമില്ലേ? ഒന്നാമത് കന്നി പ്രസംഗമല്ലേ? ഇവിടെയൊക്കെ നാക്കുപിഴ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയുമോ? നാക്കുപിഴ ഒരു വാക്കിൽ വരുന്നതാണ്. ആ പ്രസംഗത്തിൽ ഉടനീളം ഇതാണ് പറയുന്നത്. എന്താ നീലിമ, പാർലമെന്റിൽ സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ടാവാറില്ലേ? അങ്ങനെയാണ് ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കാൻ. നേരത്തെ ശ്രീ പത്മനാഭൻ പറഞ്ഞൊരു കാര്യത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. അദ്ദേഹവും ഞാനും എപ്പോഴും ഏറ്റുമുട്ടാറുണ്ടെങ്കിലും അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ അംഗീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ മുഖർജിയുടെ കാര്യമാണ്. ഡോക്ടർ മുഖർജി നിങ്ങളുടെ നേതാവ് വളാചാര്യനാണ്, നല്ല കാര്യം. അദ്ദേഹം ഇലക്ടഡായി ഭരണഘടനാ അസംബ്ലിയിലേക്ക് വന്ന ആളാണ്, നല്ല കാര്യം, അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് സ്വയം ഞങ്ങൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് വിട്ടുപോയതിനെ അപമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെതിരെ ആക്രോശം മുഴക്കുമ്പോൾ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രിയങ്ക ഗാന്ധിയേക്കാൾ പരിണിത പ്രജ്ഞനാണല്ലോ നിങ്ങളുടെ രാജ്നാഥ് സിംഗ്, അല്ലേ? പ്രിയങ്ക ഗാന്ധിയേക്കാൾ ഭരണപരിചയമുണ്ടല്ലോ രാജ്നാഥ് സിംഗിന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ വി പി പത്മനാഭന് വരെ അറിയാവുന്ന ഭരണഘടനാ അസംബ്ലിയിലെ ഏക പ്രതിനിധിയായിരുന്ന സംഘപരിവാറുകാരുടെ പേര് പറയാതെ ആ പരിസരത്തേക്ക് പോലും വന്നിട്ടില്ലാത്തവരുടെ പേര് പറഞ്ഞ കാര്യത്തിലേക്ക് എത്ര തവണ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. സവർക്കർ. വസന്ത് ആരുടെ പേരാണ് ഉദ്ദേശിച്ചത്? എന്റെ പത്മനാഭ, സവർക്കർ എന്നാണ് പറഞ്ഞത്. അല്ല, അങ്ങനെയൊന്നും വിളിക്കരുത് ശ്രീ വസന്ത് സിറിയക്ക്, അങ്ങനെയൊന്നും വിളിക്കരുത്. എന്റെ പത്മനാഭ എന്നുള്ള പദപ്രയോഗങ്ങളൊന്നും വേണ്ട, വളരെ മാന്യമായി സംസാരിക്കുക പ്ലീസ്. അല്ല, ശ്യാമപ്രസാദ് മുഖർജിയുടെ അഞ്ചോ ആറോ തവണ പറഞ്ഞു അതാണ് ഞാൻ വസന്തിനോട് ചോദിച്ചത്. രാജ്നാഥ് സിംഗ്, ശ്യാമപ്രസാദ് ഉണ്ടോ? മനുസ്മൃതി ആയിരുന്നില്ലേ നിങ്ങളുടെ അടിസ്ഥാന തത്വം, അല്ലേ? ഈ മനുസ്മൃതിയൊക്കെ കളയാറായില്ലേ വസന്ത്? കുറെ കാലമായി മനുസ്മൃതി പൊക്കി പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ BJPയെയും കേന്ദ്ര സർക്കാരിനെയും അവഹേളിക്കുന്നു. തവണ 1925 സവർക്കർ. ഇവിടെ ഇപ്പോൾ നാരീശക്തിയാണ് സാർ, ഇവിടെ ഇപ്പോൾ നാരീശക്തിയാണ് സാർ ഭാരതം ഭരിക്കുന്നത്. എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ മനുസ്മൃതിയെ അവഹേളിച്ചുകൊണ്ട് ഇത്തരത്തിലൊക്കെ സംസാരം നടത്തിയിരുന്നത്. അതൊന്നുമല്ല ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. അല്ല, 1925 സവർക്കർ എഴുതിയ പുസ്തകം 100 വർഷങ്ങൾക്ക് മുമ്പാണ്. ശരി, ഇത് ഒരുപാട് സംസാരിച്ചു ശ്രീ വസന്ത് സിറിയക്ക്. നമ്മൾ ഈ വിഷയം ഒരുപാട് സംസാരിച്ചു. ഇന്ന് പ്രിയങ്ക പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലേക്കൊന്ന് വരൂ. വെറുമൊരു നാക്കുപിഴയാണോ? യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണ്ടേ സംസാരിക്കാൻ? അവർ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു, അത് നെഹ്റു ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അതിന്റെ യാഥാർത്ഥ്യം കൂടി താങ്കൾക്ക് അറിയണ്ടേ? ഗെയിൽ ഉണ്ടാക്കുന്നത് 1984-ലാണ്, HAL 1940-ലാണ്, NTPC 1975-ലാണ്, റെയിൽവേ ബ്രിട്ടീഷ് 19ാമത്തെ നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചരിത്രബോധം തീരെയില്ലാതെ ആരോ എഴുതി കൊടുക്കുന്ന ഒരു പ്രസംഗം വായിച്ച് കയ്യടി നേടാൻ ശ്രമിക്കുന്നതിന് പകരം ഈ ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥിതി എന്താണ്, സത്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പ്രിയങ്കയെ പോലൊരാൾ കന്നി പ്രസംഗത്തിന് മുതിരേണ്ടത്? അല്ല ശ്രീ നീലിമ, നിങ്ങൾക്ക് ചരിത്രം ചർച്ച ചെയ്യണം, പക്ഷെ അത് 75-ന് ശേഷം ഇങ്ങോട്ട് മാത്രം മതി എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല.
അതിന് പുറകേട്ടുള്ള ചരിത്രം അല്ല, 10 വർഷം ചർച്ച ചെയ്യാം. അതിനിവിടെ ശ്രീ പത്മനാഭൻ ഇരിപ്പുണ്ട്. അദ്ദേഹം വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തരും. ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ 25-ലെ സവർക്കറിന്റെ പുസ്തകം കോട്ട് ചെയ്തു, അദ്ദേഹത്തിന് ഉത്തരമില്ല. ജോർജ് സോറോസിനെതിരെ കേസ് ചോദിച്ചു, ഇതുവരെ അദ്ദേഹം പറഞ്ഞില്ല. അതിനുശേഷം 2 ടൈം അതിലേക്ക് പോയി. BBC-ക്കെതിരായ കേസ് നിലവിൽ എവിടെയാണെന്ന് ചോദിച്ചു, അദ്ദേഹത്തിന് ഉത്തരവില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ സ്ലിപ്പ് ഓഫ് ടങ്ങിനെ പറ്റിയാണ്. അതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നോന്നേ. ഈ ചർച്ച ഏതായാലും BJP-ക്കാർക്ക് അപ്പുറത്ത് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടാവുമല്ലോ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ 2014 അധികാരത്തിൽ വരുന്നതിന്റെ തൊട്ടു തലേന്ന് വരെ എന്തെങ്കിലും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ശ്രീ VP പത്മനാഭൻ ഉണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ ആചാര്യന്മാർ, ഇപ്പോൾ പറഞ്ഞ ശ്യാമപ്രസാദ്, ഡോക്ടർ മുഖർജി തൊട്ട് സവർക്കർ തൊട്ട് നിങ്ങൾക്ക് പറഞ്ഞെടുക്കാൻ പറ്റുന്ന ഓരോ ആചാര്യന്മാരും പുസ്തകങ്ങളിലൂടെ പറഞ്ഞു വെച്ചത് മുഴുവൻ ഈ ഭരണഘടന അല്ല നമുക്ക് ആവശ്യം. ഇവിടെ ഒരു ഹൈന്ദവ രാഷ്ട്രമാണ്, ഹിന്ദു രാഷ്ട്രമാണ് ആവശ്യം. അത് മാത്രമല്ല, അത് മനുസ്മൃതിയെ കേന്ദ്രീകൃതമായിരിക്കണം. കമ്മ്യൂണിസ്റ്റുകളും ക്രിസ്ത്യാനികളും ഈ രാജ്യത്ത് നിന്ന് പടിയിറക്കപ്പെടണം എന്ന് പറഞ്ഞ സവർക്കറാണ് നിങ്ങളുടെ നേതാവ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ തള്ളിപ്പറയൂ. അല്ലെങ്കിൽ ആശയപരമായ ഒരു വൈരുദ്ധ്യത ഉണ്ടാവില്ലേ? നിങ്ങളുടെ നേതാവ് ഈ ഭരണഘടനയെ തള്ളിപ്പറയുകയും നിങ്ങളുടെ ആചാര്യൻ ഈ ഭരണഘടനയ്ക്കെതിരെ പറയും, നിങ്ങൾ ഭരണഘടനയുടെ സംരക്ഷകരാണ് എന്ന് പറയുകയും ചെയ്താൽ എങ്ങനെയാണത് ശരിയാവുക? നിങ്ങളുടെ തന്നെ നിലപാടുകൾ പരസ്പരം ഏറ്റുമുട്ടില്ലേ എന്നാണ് എന്റെ ചോദ്യം.